കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യറത്തപ്പോ കട്ട ചോരയ മുഖത്ത് കളിച്ചു. ഈ ചോര കണ്ടിട്ട് ആരും പേടിക്കുകയേ വേണ്ട. ഇത് ഹിജാമ എന്ന് പറയുന്നൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഇതിനെ കപ്പിംഗ് തെറാപ്പി എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചികിത്സയാണിത്. ഞാൻ ഇതിനെ ബുക്ക് ചെയ്തപ്പോഴേ പറഞ്ഞത് ഒരു 3 മണിക്കൂർ മുന്നേ ഫുഡ് കഴിച്ചിട്ടിരിക്കുക. അതിന് ശേഷം നമ്മൾ കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാതിരിക്കുക, വെള്ളം മാത്രം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് ഹിജാമയെ പറ്റി ഒരു ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അതനുസരിച്ച് വേണം നമ്മൾ കപ്പെടുക്കാൻ. അതായത് നമ്മുടെ ശരീരത്തിലെ വേദന അനുസരിച്ച് നമ്മൾ കപ്പെടുത്താൽ മതി. ഞാനൊരു 10 കപ്പാണ് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഈ വീഡിയോ കണ്ടതുപോലെ ഈ ഒരു കപ്പ് വെച്ചിട്ടൊരു ഫയർ മസാജ് ഉണ്ടാകുന്നത്. ഈ ഫയർ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു പെയിൻ അനുഭവപ്പെടും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നീർക്കെട്ടുള്ള ഭാഗത്ത് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു പെയിൻ ഉണ്ടാവും. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു പെയിൻ റിലീഫ് ഉണ്ടാവും. പിന്നെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ കപ്പ് വെച്ചിട്ടൊന്ന് എയർടൈറ്റ് ചെയ്യും. എയർടൈറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പാട് പോലെ വരും. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സ്ക്രാച്ച് ചെയ്തിട്ട് ആ സ്ക്രാച്ചിൽ വീണ്ടും കപ്പ് വെച്ചിട്ട് എയർടൈറ്റ് ചെയ്തിട്ട് ബ്ലഡ് പുറത്തെടുക്കും. ഒരു 8-10 മിനിറ്റാണ് ഈ ബ്ലഡ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പം അത്രയും ടൈം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ച് ബ്ലഡൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് വന്നു തുടങ്ങും. അപ്പോൾ എൻ്റെ കൂടുതലും ബ്ലഡ് വന്ന ഒരു പാർട്സ് എന്ന് പറഞ്ഞാൽ കൈയിൻ്റെ ഭാഗത്തു നിന്നാണ് അത്യാവശ്യം ബ്ലഡ് വന്നത്. കാലിൻ്റെ ഭാഗത്തൊക്കെ ബ്ലഡ് കുറവായിരുന്നു. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്റ്റീം ചെയ്ത് നമ്മുടെ ബോഡി ഒന്ന് സ്മൂത്തായി സെറ്റാവും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോഡിയിൽ നിന്ന് ബ്ലഡാണ് ഇത്രയും കണങ്ങളിൽ കാണുന്നത്. അപ്പം ഇതിൽ നീരും ഫാറ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം നമുക്കൊരു കുറച്ച് തേൻ കുടിക്കുന്നത് നല്ലതാണ്. ഇത് ചെയ്തതിന് ശേഷം ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക, ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക. നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ B&B ബേക്കറി എന്ന് പറയുന്ന ബേക്കറി ഉണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കഴിയുമ്പോൾ 2 വളവ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൊക്കേഷൻ എത്തുന്നതാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ ഈ ലൊക്കേഷൻ അയച്ചു തരാം. ഓക്കെ.